ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഓണം പ്രമാണിച്ച് 2024 സെപ്റ്റംബർ ഓണത്തിന് ഒരു യാത്ര പോകാം എന്നൊരു പ്ലാനിലെത്തി. ലൊക്കേഷൻ തിരഞ്ഞെടുത്തപ്പോൾ അധികം ദൂരത്ത് പോകണ്ട, ഇപ്രാവശ്യം നമുക്ക് തൊട്ടടുത്ത് തന്നെ പോകാമെന്നുള്ളൊരു പ്ലാനിലായി. അത് നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ്. ഈ നെല്ലിയാമ്പതിക്ക് പോകുന്ന വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണേ. പാലക്കാട് ടൗണ് എല്ലാവർക്കും അറിയാമല്ലോ. പാലക്കാട് ടൗണിൽ നിന്നും നമുക്ക് പോകേണ്ടത് നെന്മാറ വഴിയാണ്. നെന്മാറ വഴി നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാമാണ്. ഈ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ നേരിട്ട് കാണുക. ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ കൊടുക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് വന്ന് കാണാനുള്ള ആഗ്രഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് അത്യാവശ്യം പൂന്തോട്ടങ്ങളും അതേപോലെ ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 രൂപ എൻട്രി ഫീസ് കൊടുത്താൽ അവിടുന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോകാം. അത് കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടിയുടെ RC ഓണറെ നമ്പറും പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് അവിടെ നമുക്ക് കയറി പോകുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ധാരാളം വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ചെറിയ ചെറിയ അരുവികളും ഒക്കെ കാണാൻ പറ്റും. അവിടെ ഈ നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പൽ, അതുപോലെ ആന, മലയണ്ണാൻ, അങ്ങനെ നിരവധി ജീവികളെ നമുക്ക് കാണാൻ പറ്റും. കടുവ, സിംഹവാലൻ കുരങ്ങ്, ഒരുപാട് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി തന്നെ കുറച്ച് സമയം എടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2 വലിയ വ്യൂ പോയിന്റുകളുണ്ട്. അതായത് പാലക്കാടിൻ്റെ, മലപ്പുറത്തിൻ്റെ, കോഴിക്കോടിൻ്റെയൊക്കെ പല ഭാഗങ്ങൾ കാണുന്നതായിട്ടുള്ള വ്യൂ പോയിന്റുകൾ. അവിടത്തേക്ക് നമുക്ക് ഓഫ് റോഡിലാണ് യാത്ര ചെയ്യേണ്ടത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 ജീപ്പാണ്. അത് 10-75ഓളം ജീപ്പുകൾ അവിടെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് ഒരിക്കലും അധികമായിട്ട് ചിന്തിക്കരുത്. അവർക്ക് നെന്മാറയിൽ നിന്ന് മാത്രമാണ് ഡീസലോ പെട്രോളോ ഒക്കെ കിട്ടുക. അതേപോലെ വർക്ക്ഷോപ്പുകളൊക്കെ ഉള്ളത് നെന്മാറയിലാണ്. നെന്മാറയിലേക്ക് വന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. നെന്മാറയിൽ വന്ന് തിരിച്ചു പോകുന്നൊരു ജീപ്പിൻ്റെ എണ്ണ എങ്ങനെയായാലും 8 ലിറ്റർ 6 ലിറ്റർ എണ്ണ കത്തി തീർന്നിട്ടാണ് അവർക്ക് നെല്ലിയാമ്പതിയിൽ എത്താൻ പറ്റുക. അപ്പോൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് നമ്മളെ ഈ കാഴ്ചകൾ കാണിച്ചു തരണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പൈസ ആവുന്നുള്ളൂ എന്ന് കരുതി പോവും. അത്രയ്ക്ക് കടും കുത്തനെയും കാടും മലയും മേടൊക്കെയാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുമുണ്ട്. നമുക്ക് നേരിട്ട് നമ്മുടെ വാഹനങ്ങളോട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഓഫ് റോഡ് വാഹനങ്ങളോട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ, ഇതിപ്പോൾ ഒരു കാട്ടിപ്പോത്താണ്, അതേപോലെ ആനകളെ കാണാം, പുലികളെ കാണാം, മറ്റ് പക്ഷികളെ കാണാം, മൃഗങ്ങളെയൊക്കെ കാണാം. കണ്ട് ആസ്വദിച്ച് നമുക്ക് ആ വ്യൂ പോയിൻ്റ് എല്ലാം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ദിവസം 1-2 ക്ലയൻറ്റിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കൂടുതൽ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ അവരുടെ ചിലവ് കഴിച്ചിട്ട് ബാക്കി അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പല ആളുകളും അങ്ങനെ പറഞ്ഞതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. ഇത് വലിയൊരു എമൗണ്ട് അല്ല. തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റും. അവർക്ക് 5 ആളെ പെർമിഷനുള്ള വണ്ടിയാണ്. 5 ആളെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഫോറസ്റ്റിലേക്ക് കയറുന്ന സമയത്ത് 100 രൂപ വണ്ടിയുടെ പെർമിഷനും പെർ ഹെഡിന് 50 രൂപ വെച്ചിട്ട് ഫീസും ഉണ്ട്. അതിന് നമുക്ക് ചലാനുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലകൾ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. എല്ലാവരും ഇത് പോകാൻ ശ്രമിക്കണം. പോയി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടുവരണം. അപ്പോൾ ഇത് കൊടുത്തകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ നമുക്ക് നല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. വലിയ പ്രോപ്പർട്ടി, 600 ഏക്കറോളം വരുന്ന വലിയൊരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ കുറച്ച് ഭാഗങ്ങൾ ടൂറിസത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടൂറിസത്തിന് തയ്യാറാക്കിയതിലാണ് നമുക്ക് കൗതുകരമായി തോന്നുക. കൃഷി താല്പര്യമുള്ള ആളുകളെ, കൃഷി ചെയ്ത് മടുത്ത ആളുകളെ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ, ഇത് കൂടാതെ സ്വന്തമായിട്ട് വീട് മാത്രമേ ഉള്ളൂ, ടെറസേ ഉള്ളൂ, അങ്ങനെയുള്ള ആളുകളെ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടികൾ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യാം.
ഇവിടുന്ന് അതുപോലെ തന്നെ പിന്നെ നല്ല ട്രെയിനിങ് കിട്ടും. ഏത് വളം ഏത് മണ്ണിന് ഉപയോഗിക്കണം, ഏത് സമയത്ത് ഏതെല്ലാം വിത്തുകൾ നടണം, ആ വിത്തുകൾക്ക് പരിപാലനങ്ങൾ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വിളവെടുപ്പ് ഉണ്ടാവുക, അതിൻ്റെ വിപണന മാർക്കറ്റ് ഏതാണ്, അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന വലിയൊരു ഫാമാണിത്. ഇത്രയും വലിയ ഫാമിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇത് മുഴുവൻ കാണാനുള്ള സമയം നമുക്കുണ്ടായില്ല. എന്നിരുന്നാലും കുറേയൊക്കെ കണ്ടു. ആ കണ്ട കാഴ്ചകൾ കംപ്ലീറ്റ് ഞാനിതിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഇന്ത്യൻ റൈഡേഴ്സ് 2927 എന്ന ചാനലിൽ കയറിയിട്ട് ആ വീഡിയോകൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എവിടെ നിന്നാണ്, ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആരോടാ ചോദിക്കുക? ഇപ്പോൾ പഴയ കാരണന്മാരൊന്നുമില്ലല്ലോ, അവരോട് വളത്തിനെ പറ്റി ചോദിക്കാൻ എപ്പോഴാണ് ഇതിൻ്റെ വളം ചെയ്യേണ്ടത്, ഏത് വിത്താണ് ഏത് സമയത്താണ് നടേണ്ടത്. ഇപ്പോൾ ചേന നടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓണത്തിന് പറിക്കണമെങ്കിൽ എപ്പോൾ നടണം, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആളുകളൊന്നും ഇപ്പം നിലവിലില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണമായ അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് പഴയ എന്താ പറയുക കാർഷികരും ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 200-ൽ കൂടുതൽ ആളുകൾക്ക് ജോലിയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥിരം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അവർ നേരിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒക്കെ മറ്റേ വീഡിയോകളിൽ ഞാൻ 5 പാർട്ടായിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും എല്ലാവരും പോയി കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ കംപ്ലീറ്റ് മഴക്കാലത്ത് 2024 മഴക്കാലം വന്ന് വയനാട്ടിൽ വലിയൊരു ദുരന്തം വന്ന സമയത്ത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓഫായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓണായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും പോയി കാണണം. ചെറിയ ചെറിയ സമയം കിട്ടുമ്പോൾ ഒരു ഉല്ലാസയാത്ര പോവുക. വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് കിട്ടും ഈ ടൂറിസം പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ കുറേ ഉണ്ട്. അതുപോലെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികളുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളുണ്ട്. ഇതിനൊക്കെ കുറേ കഥകളും പറയാനുണ്ട്. ഒരുപാട് തൊഴിലാളികളുടെ തൊഴിൽ പോയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടിക്കിടക്കുന്നതുമായിട്ടുള്ള ചരിത്രങ്ങളും പറയാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ വനങ്ങൾ കാണുന്ന പ്രദേശങ്ങളാണ്. വണ്ടി കയറി വരുന്നതെല്ലാം രസമാണ് കേട്ടോ കാണാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വരുന്നത് പോലെ 4x4 ജീപ്പുകളാണ് ഇവിടത്തേക്ക് വരുള്ളൂ, വേറൊരു വണ്ടിയും വരില്ല. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസുകൾ കംപ്ലീറ്റ് ഓപ്പൺ ആണെന്ന് പറയുന്നു. ഓപ്പൺ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പോയി കാണുക. ഇതേപോലെയുള്ള കുറച്ച് അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ യാത്ര ചെയ്യുക. നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഒരു പച്ചപ്പും ഭംഗിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടി പോകുന്ന ഒരു വഴിയും ക്ലിയർ വഴികളല്ല, എല്ലാം പുതുക്കി ചെയ്യാൻ പറ്റാത്ത, എന്താ പറയുക, റോഡ് പണി എടുക്കാൻ പറ്റാത്ത പ്ലേസുകളാണ്. ഇതിൻ്റെ ഈ ഭംഗി തന്നെ നിലനിർത്തി പോകാൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് ടൂറിസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും, അഡ്വഞ്ചർ ട്രിപ്പ് നഷ്ടപ്പെടും. ഏതായാലും എല്ലാവരും വരിക. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ മണ്ണിനോട് ലയിക്കാത്ത ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോ സാധനങ്ങളോ ഇവിടെ കൊണ്ടുവന്ന് ഇടരുത്, കാടിനെ നശിപ്പിക്കരുത്. എല്ലാവരും എന്താ പറയുക, ഒരു ജാഗ്രത പാലിക്കുക. പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ കുപ്പിവെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുപ്പികൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് അട്ടഹസിച്ചുല്ലസിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ എപ്പോഴാണ് വരിക എന്നറിയില്ല, മഞ്ഞ് എപ്പോഴാണ് വരിക എന്നറിയില്ല. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. പക്ഷേ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന അതേ ജില്ലയിൽ തന്നെ ഏറ്റവും തണുപ്പെടുപ്പ് അനുഭവപ്പെടുന്ന ഒരു ചെറിയ പ്രദേശം, അതാണ് നമ്മുടെ നെല്ലിയാമ്പതി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക.